നമസ്തേ തിരുവനന്തപുരത്തിലേക്ക് സ്വാഗതം. ഗൾഫ് റൗണ്ടപ്പ്. ഭർത്താവിന്റെയും ബന്ധുക്കളുടെയും പീഡനത്തെ തുടർന്ന് വിഭജിക മണിയൻ ഷാർജയിൽ ആത്മഹത്യ ചെയ്ത കേസ് സംസ്ഥാന ക്രൈംബ്രാഞ്ചിന് കൈമാറും. അൽ നഹ്ദയിലെ ആത്മഹത്യ ചെയ്ത വിഭജികയുടെ മകൾ വൈഭവിയുടെ മൃതദേഹം ഷാർജയിൽ സംസ്കരിക്കാനുള്ള നീക്കം ഇന്ത്യൻ കോൺസുലേറ്റിന്റെ ഇടപെടലിനെ തുടർന്ന് മാറ്റി. വിഭജികയുടെ ഭർത്താവ് നിതീഷിനെ കോൺസുലേറ്റിൽ വിളിച്ചു വരുത്തി നടത്തിയ ചർച്ചകൾക്കൊടുവിലാണ് മൃതദേഹം തിരികെ മോർച്ചറിയിലേക്ക് കൊണ്ടുപോയത്. ബഹ്റൈനിൽ നിന്ന് നാട്ടിലേക്കുള്ള യാത്രക്കിടെ വിമാനത്തിൽ കുഴഞ്ഞു വീണ യുവാവ് മരിച്ചു. മലപ്പുറം പുത്തനത്താണി പുന്നത്തല സ്വദേശി മുഹമ്മദ് അഫ്സലാണ് മരിച്ചത്. 27 വയസ്സായിരുന്നു. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ബഹ്റൈനിൽ നിന്ന് കോഴിക്കോടേക്ക് പോയ വിമാനത്തിൽ വെച്ചാണ് അഫ്സലിന് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതും കുഴഞ്ഞു വീണതും. വിമാനം കോഴിക്കോട് വിമാനത്താവളത്തിൽ ഇറക്കിയ ശേഷം അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. കണ്ണൂർ സ്വദേശി പക്ഷാഘാതത്തെ തുടർന്ന് സലാലയിൽ നിര്യാതനായി. ഉരുവച്ചാൽ കൈനി സ്വദേശി അഞ്ചനം കുഴിക്കൽ വീട്ടിൽ അനിൽകുമാറാണ് മരിച്ചത്. 59 വയസ്സായിരുന്നു. പക്ഷാഘാതത്തെ തുടർന്ന് 2 ആഴ്ചയായി സുൽത്താൻ ഖാബൂസ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. 15 വർഷമായി സാദ അൽ മഹ പെട്രോൾ പമ്പിൽ ജോലി ചെയ്തു വരികയായിരുന്നു. ഒമാനിൽ പൊതുനിരത്തുകളിൽ വാഹനങ്ങൾ ഉപയോഗിച്ച് അഭ്യാസ പ്രകടനങ്ങളോ പ്രദർശനങ്ങളോ നടത്തരുതെന്ന് റോയൽ ഒമാൻ പോലീസിന്റെ മുന്നറിയിപ്പ്. 3 മാസത്തിൽ കൂടാതെ തടവും 500 ഒമാനി റിയാലിൽ കവിയാത്ത പിഴയും അല്ലെങ്കിൽ ഇവയിലൊന്നോ ശിക്ഷ ലഭിക്കുമെന്നും ROP പറയുന്നു. ഇത്തരം പ്രവർത്തനങ്ങൾ ഗുരുതരമായ അപകട സാധ്യതകൾ സൃഷ്ടിക്കുമെന്നും നിയമപരമായ പ്രത്യാഘാതങ്ങൾക്ക് കാരണമാകുമെന്നും പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടുന്നു. ഈ വർഷം മെയ് 5 രാത്രി 11 മണിയോടെ റാസൽ ഖൈമയിൽ 66 വയസ്സുള്ള അമ്മയും 36-38 വയസ്സുള്ള 2 പെൺമക്കളും വെടിയേറ്റു മരിച്ചിരുന്നു. 47 വയസ്സുള്ള മറ്റൊരു മകൾ പരിക്കുകളോടെ രക്ഷപ്പെട്ടു. ശാന്തമായ റെസിഡൻഷ്യൽ ഏരിയയിൽ നടന്ന ഈ സംഭവം രാജ്യത്തുടനീളം വലിയ ഞെട്ടൽ ഉളവാക്കിയിരുന്നു. 3 പേരുടെ മരണത്തിനിടയാക്കിയ വെടിവെപ്പ് കേസിൽ പബ്ലിക് പ്രോസിക്യൂഷൻ അന്വേഷണം പൂർത്തിയാക്കി. കേസ് കോടതിയിലേക്ക് മാറ്റിയതായും ആദ്യവാദം കേൾക്കുന്ന തീയതി ഉടൻ പ്രഖ്യാപിക്കുമെന്നും അധികൃതർ അറിയിച്ചു. കുറ്റകൃത്യത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് വിചാരണ വേഗത്തിൽ പൂർത്തിയാക്കുമെന്നാണ് നിയമവിദഗ്ധർ പ്രതീക്ഷിക്കുന്നത്. അയൽപ്പക്കത്ത് താമസിച്ചിരുന്ന 55 വയസ്സുള്ള യമൻ പൗരനാണ് കേസിലെ പ്രതി. ഇയാൾ തർക്കത്തെ തുടർന്ന് പെട്ടെന്ന് അക്രമാസക്തനാവുകയും ഒരു മുന്നറിയിപ്പുമില്ലാതെ വെടിയുതിർക്കുകയുമായിരുന്നുവെന്ന് കൊല്ലപ്പെട്ട സ്ത്രീയുടെ മകനും ഇരകളുടെ സഹോദരനുമായ മാഹർ സാലെം വഫായി പറഞ്ഞു. UAE-യിൽ വീണ്ടും കൊടും ചൂട് അനുഭവപ്പെടുന്നതിനാൽ പ്രത്യേകിച്ച് കിഴക്കൻ പ്രദേശങ്ങളിൽ ശനിയാഴ്ച വരെ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് നാഷണൽ സെന്റർ ഓഫ് മെറ്റീരിയോളജി NCM കാലാവസ്ഥാ മുന്നറിയിപ്പ് നൽകി. ഷാർജയിലും റാസൽ ഖൈമയിലും ഇന്നലെ ഉച്ച കഴിഞ്ഞതു മുതൽ വൈകുന്നേരം വരെ നേരിയ മഴ രേഖപ്പെടുത്തിയിരുന്നതായി NCM സ്ഥിരീകരിച്ചു. ഇന്നത്തെ കാലാവസ്ഥ ഭാഗികമായി മേഘാവൃതമായിരിക്കുമെന്നും ഉച്ചകഴിഞ്ഞ് സംവഹന മേഘങ്ങൾ രൂപപ്പെടാനുള്ള സാധ്യതയുണ്ടെന്നും രാജ്യത്തിന്റെ കിഴക്കൻ ഭാഗങ്ങളിൽ പ്രാദേശികമായി മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ പ്രവചനം സൂചിപ്പിക്കുന്നു. റെയിൽവേ വ്യോമയാന രംഗത്ത് കുതിച്ചുചാട്ടത്തിനൊരുങ്ങി സൗദി അറേബ്യ. യാത്രക്കാരുടെ എണ്ണം ഇരട്ടിയായി വർദ്ധിപ്പിക്കുന്നതിന് രാജ്യത്തെ വിമാനത്താവളങ്ങളെ സജ്ജമാക്കും. നിലവിലെ റെയിൽവേ ശൃംഖലയുടെ ദൈർഘ്യം 50% ഉയർത്തുമെന്നും സൗദി ഗതാഗത മന്ത്രി വെളിപ്പെടുത്തി. രാജ്യത്തെ ആഗോള ലോജിസ്റ്റിക്സ് ഹബ്ബായി മാറാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് പദ്ധതി. സൗദിയിൽ പണപ്പെരുപ്പ് നിരക്കിൽ നേരിയ വർധനവ്. ജൂണിൽ പണപ്പെരുപ്പം 2.3% വർദ്ധിച്ചു. ജനറൽ അതോറിറ്റി ഫോർ സ്റ്റാറ്റിസ്റ്റിക്സ് പുറത്തുവിട്ട കണക്കുകളിലാണ് നേരിയ വർധനവ് രേഖപ്പെടുത്തിയത്. 2025 ജൂണിൽ അവസാനിച്ച കണക്കുകൾ പ്രകാരം രാജ്യത്തെ പണപ്പെരുപ്പ് നിരക്ക് 2.3% ഉയർന്നു. കഴിഞ്ഞ വർഷത്തെ ഇതേ കാലയളവിനെ അപേക്ഷിച്ച് സ്ഥിരത നിലനിർത്തി. മാൻ ദേശീയ ഫുട്ബോൾ ടീമിന്റെ പുതിയ കോച്ചായി പോർച്ചുഗീസിന്റെ കാർലോസ് ക്വിറോസിനെ നിയമിച്ചു. നിലവിലെ കോച്ചായ റാഷിദ് ജാബറിന്റെ പകരക്കാരനായാണ് ക്വിറോസ് ഒമാനിൽ എത്തുന്നത്. ആഗോളതലത്തിലെ പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പരിചയമുണ്ട് അദ്ദേഹത്തിന്. ഹമദ് അൽ അസാനെയാണ് അസിസ്റ്റന്റ് കോച്ചായി നിയമിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, നമസ്തേ തിരുവനന്തപുരം.